എന്നാൽ ഈ കണ്ടൻറ്റ് നല്ലതായിരുന്നു. അജിത്ത് എന്ന നടൻ ഇതിനകത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നി. നല്ലൊരു ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. പക്ഷെ അത് എവിടെയൊക്കെയോ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയെങ്കിലും അങ്ങനെ വലിച്ചഴിച്ച്, അതായത് ഈ സിനിമയുടെ ആ ഒരു മെയിൻ പാർട്ടിലോട്ട് എത്താൻ വേണ്ടി കുറേ സംഭവ വികാസങ്ങളെ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് പോലെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താണ് ഒരു പെർഫെക്റ്റ് മൊമെൻറ്റം അതിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ സ്ലോയിലിരുന്ന് കണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീലുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ട്രിം ചെയ്ത് കുറച്ചും കൂടെ ഫാസ്റ്റിനാക്കാമായിരുന്നെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം റേഞ്ച് തെറ്റിപ്പോവും. നമ്മൾ പൊതുവേ സൗത്ത് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ പിടിച്ച് തന്നെ പോകണമെന്നുള്ളത് ഡയറക്ടറുടെ ആവശ്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ വളരെ ട്രിം ചെയ്ത് കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റ് പേസിൽ ഈ സിനിമയെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നു. അത്രയ്ക്ക് സ്കോപ്പുള്ളൊരു സാധനത്തിന് വെറുതെ വലിച്ചു നീട്ടി കുറേ ആവശ്യമില്ലാത്ത സീൻസൊക്കെ ആഡ് ചെയ്ത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വ്യൂവർ എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. അപ്പോൾ അത് സിനിമയെ നന്നായിട്ട് ബാധിച്ചു. കാരണം അത്രയ്ക്ക് ഇമോഷണലി കണക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്, അത് അത്രത്തോളം കണക്റ്റ് ആകാതെ വന്നപ്പോൾ ഉള്ളൊരു നിരാശയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് ഞാൻ IMDbയിലും മൂവി ബുക്കിങ്ങിലും ഔട്ട് ഓഫ് 10 ഒരു 7 റേറ്റ് ചെയ്യുകയാണ്. 7 ഫോർ ദ മേക്കിംഗ്. കാരണം അത് അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആയിരുന്നാലും ഓവറോൾ എല്ലാവരും അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് എനിക്കെന്തോ 100% വർക്കായില്ല.